എല്ലാവർക്കും നല്ല നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ചാലക്കുടി നഗരസഭയിലെ 16-ാം വാർഡ്. ഇപ്പോൾ 16-ാം വാർഡ് മാറി 19-ാം വാർഡാവും. എൻ്റെ പിറകിൽ നിൽക്കുന്നുണ്ട്. ആ നിൽക്കുന്ന ചേട്ടൻ്റെ പേരാണ് ഡെന്നിസ് ചേട്ടൻ. ചാലക്കുടിക്കാർക്ക് ഒരു അറിയാം. വ്യത്യസ്തമായിട്ടുള്ള പല ആശയങ്ങളും സമൂഹത്തിലേക്ക് കൊണ്ടുവരികയും സമൂഹത്തിലെ പല കാര്യങ്ങളും ഇടപെടുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഡെന്നിസ് ചേട്ടൻ. ഈ ഡെന്നിസ് ചേട്ടൻ്റെ അടുത്ത് നിൽക്കുന്ന കുറേ യുവജനങ്ങളാണ് ഈ കാണുന്നത്. എല്ലാവരുടെയും കയ്യിൽ ഓരോ പുസ്തകങ്ങളുണ്ട്. അത് ഒന്ന് കോൺസ്റ്റിറ്റ്യൂഷനാണ്, ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനും. രണ്ടാമത്തെ പുസ്തകം മഹാത്മാഗാന്ധിയുടെ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണ കഥയും എന്ന പുസ്തകമാണുള്ളത്. ഈ കോൺസ്റ്റിറ്റ്യൂഷനും അതുപോലെ തന്നെ ഈ പുസ്തകവും ഇത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ പൗരൻ്റെ കയ്യിലും ഉണ്ടാകേണ്ട സംഭവമാണ്. കാരണം നമ്മുടെ ഭരണഘടനയാണ് ഏറ്റവും വലിയ നിയമം. നമ്മുടെ ഭരണഘടനയാണ് ഈ സമൂഹത്തിൽ നമുക്ക് ജീവിക്കാൻ വേണ്ടി നമ്മുടെ രാജ്യം നമുക്ക് നൽകിയിട്ടുള്ള നിയമങ്ങളുടെ വലിയ അന്തസത്തയാണ് ഈ സംഗതി. 18 വയസ്സ് തികഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചൂണ്ടുവിരലും മഷി വന്ന് നമ്മൾ വോട്ട് ചെയ്യും. വോട്ട് ചെയ്യുന്നത് ആർക്കായിരുന്നാലും നമ്മുടെ വോട്ട് ചെയ്യാനായിട്ടുള്ള അവകാശം തന്ന രാജ്യത്തിൻ്റെ നിയമങ്ങളെ പറ്റി ആദ്യം മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധിയെ പറ്റിയും. തീർച്ചയായിട്ടും ഇവിടുത്തെ ഈ ഡെന്നിസ് ചേട്ടൻ ഇന്ന് പുതിയ വോട്ടർ പട്ടിക വന്നു. അപ്പോൾ ഈ 16-ാം വാർഡിൽ വോട്ട് ചെയ്യാനായിട്ട് പുതിയതായിട്ട് കടന്നു വന്നിട്ടുള്ള യുവജനങ്ങൾക്ക് ഈ 2 പുസ്തകങ്ങളും കൈമാറുകയാണ്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, അതുപോലെ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണ കഥ എന്ന് പറഞ്ഞ മഹാത്മാഗാന്ധിയുടെ പുസ്തകം, ഇതൊക്കെയാണ് ഇവരുടെ കയ്യിലിരിക്കുന്നത്. ഡെന്നിസ് ചേട്ടൻ, എന്താണ് സംഭവം? എന്താണ് സംഗതി? യഥാർത്ഥത്തിൽ ജനാധിപത്യം രാജ്യത്തിൻ്റെ നട്ടെല്ലാണെന്നാണ് പറയുന്നത്. ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വോട്ടർ പട്ടികയിൽ പുതിയ വോട്ടർമാരെ ചേർക്കാനുള്ള ദിവസം ആരംഭിക്കുകയാണെന്ന്. അപ്പോൾ പുതിയ വോട്ടർമാരെന്ന് പറഞ്ഞാൽ കാലങ്ങളായിട്ട് ഈ ജനാധിപത്യത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് വോട്ടർമാരെ എത്ര കൂടുതൽ വരുന്നോ അത്രയും നല്ലതാണ്. പലപ്പോഴും അതിനൊരു നിസ്സംഗത കാണുന്ന ഒരു കാലഘട്ടമാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട്. ആ നിസ്സംഗത മാറ്റിയെടുക്കണം. ഇന്ത്യയുടെ ചരിത്രം എന്താണെന്ന് പഠിക്കണം, രാഷ്ട്രത്തെക്കുറിച്ച് പഠിക്കണം, രാഷ്ട്രപിതാവിനെ കുറിച്ച് പഠിക്കണം. സ്വാതന്ത്ര്യ കാലഘട്ടത്തിൽ ഒരുപാട് പേരുടെ ജീവൻ അർപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ നിലവിലെ സ്വാതന്ത്ര്യം നേടിയെടുത്തിരിക്കുന്നത്. ആ സ്വാതന്ത്ര്യം തുടർന്നും ഇങ്ങനെ തന്നെ പോകണമെങ്കിൽ പുതിയ വോട്ടർമാരും അതിനെക്കുറിച്ച് പഠിക്കണം. അപ്പോൾ പുതിയതായിട്ട് വോട്ടർ പട്ടികയിലേക്ക് പേര് വരാൻ പോകുന്നവരാണ് ഈ പറഞ്ഞ ചെറുപ്പക്കാർ. ഈ നാട്ടിലെ വളരെ നല്ല ചെറുപ്പക്കാരാണ്. അപ്പോൾ ഇവരെ സംബന്ധിച്ച് രാജ്യത്തെക്കുറിച്ച്, രാഷ്ട്രത്തെക്കുറിച്ച്, ഒപ്പം പഴയകാല സ്വാതന്ത്ര്യ സമര സേനാനികളെ കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ് നമ്മളിതിലെ ലക്ഷ്യം. ഓരോ വീടുകളിലും ചെന്നിട്ട് പുതിയ വോട്ടർമാർക്ക് നമ്മളൊരു ലഘുലേഖ കൈമാറുന്നു, ഒപ്പം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യുവൻസി കൈമാറുന്നു, ഒപ്പം ഗാന്ധിജിയെക്കുറിച്ച് അറിയാനായിട്ട് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന പുസ്തകം കൈമാറുന്നു. ഈ 16-ാം വാർഡിലെ പുതിയ വോട്ടർമാരെ പരമാവധി എല്ലാവരും നേരിൽ കണ്ട് ചിലരുടെയൊക്കെ വോട്ട് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട്. അല്ലാത്തവർക്കും വോട്ട് ചേർക്കപ്പെട്ടവർക്കും എല്ലാവർക്കും തന്നെ ഈ പുസ്തകങ്ങൾ കൈമാറി ഇലക്ഷൻ്റെ പ്രാധാന്യം, തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ യഥാർത്ഥ ലക്ഷ്യം. ഓരോ രാഷ്ട്രീയ പാർട്ടികളും വ്യക്തികളും അവർക്ക് വോട്ട് പിടിക്കാൻ വേണ്ടി മാത്രമാണ് ഇതൊക്കെ ചെയ്യുന്നത്. പുതിയൊരു തലമുറ രാജ്യത്തെക്കുറിച്ച് അറിയണമെന്നോ സ്വാതന്ത്ര്യം എങ്ങനെ നേടി എന്നുള്ളതിനെക്കുറിച്ച് അറിയണമെന്നോ അവർക്ക് ആഗ്രഹങ്ങളില്ല. എന്നെ സംബന്ധിച്ച് പുതിയൊരു തലമുറ, പഴയ തലമുറയ്ക്ക് അതിൽ കുറേ പേര് സ്വാതന്ത്ര്യം എന്താണെന്നുള്ളത് ആ കാലഘട്ടം കണ്ടിട്ടുണ്ട്. അതിനുശേഷം വന്ന ആത്മാർത്ഥമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ അവർ കണ്ടിട്ടുണ്ട്. പുതിയ തലമുറയ്ക്ക് ഇതൊന്നും കാണാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടില്ല. അപ്പോൾ അവർ ഇന്ത്യൻ ഭരണഘടന എന്താണെന്ന് അറിയണം, ഈ ഭരണഘടന നമുക്ക് തരുന്ന സുരക്ഷ എന്താണെന്ന് അറിയണം, ഒപ്പം ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച അംബേദ്കറെ കുറിച്ച് അല്ലെങ്കിൽ ഗാന്ധിജിയെക്കുറിച്ച് ഇവർ അറിഞ്ഞിരിക്കേണ്ടതിൻ്റെ ഒരു അത്യാവശ്യകതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പുസ്തകം കൂടി കൈമാറാനും ഒരു ആശംസ അവർക്ക് നേരാനുമായിട്ട് ഇങ്ങനെ വന്നത്. ഇതിപ്പോൾ ഇവിടെ ഈ വാർഡിലെ പുതിയ വോട്ടർമാർക്ക് പരമാവധി എല്ലായിടത്തും നമ്മൾ എത്തിക്കാനുള്ള പരിശ്രമത്തിലാണ്. അതിൽ കുറച്ച് പുസ്തകങ്ങൾ കൂടി വരാനുണ്ട്. 7-ാം തീയതിക്കുള്ളിൽ പരമാവധി, ഓഗസ്റ്റ് 7-നാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കേണ്ട അവസാന ദിവസം. അതിനു മുമ്പ് പരമാവധി എല്ലാവരും എത്തിച്ചേരും. ഇത് നിനക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്താണ് തോന്നുന്നത്? എന്താണെന്ന് വെച്ചാൽ 18 വയസ്സ് ആദ്യമായിട്ടാണ് വോട്ട് ചെയ്യാനൊക്കെ പോണേ. അപ്പോൾ വോട്ട് ചെയ്യണം എന്നല്ലാതെ അതിനെപ്പറ്റി മറ്റു കാര്യങ്ങളൊന്നും അറിയത്തില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ തന്നതും ഇതിനെ പറ്റി കുറേ അറിയാനൊക്കെ സാധിക്കും. രാജ്യത്തെ പറ്റിയിട്ട് അറിയാനൊക്കെ ഇങ്ങനെ ഒരു കാര്യം നല്ലതാണ്, എളുപ്പമാണ്. അത് ചേട്ടൻ തന്നു. ഇങ്ങനെ ഒരു പരിപാടി എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും ബൂത്തുകളിലോ ഏതെങ്കിലും സ്ഥലങ്ങളിലോ ഇതുപോലെ പുതിയ വോട്ടർമാർക്ക് ഇങ്ങനെ ഒരു പ്രചോദനമായി പുസ്തകങ്ങൾ നൽകുന്ന ഒരു പരിപാടി ഇവിടെ എവിടെയും നടന്നിട്ടുണ്ടോ എന്നറിയില്ല. ഇത് ഇവർക്കൊരു മാർഗ്ഗദീപമാകട്ടെ. വോട്ട് ചെയ്യാൻ പോകുന്നതിനേക്കാൾ മുൻപ് നമ്മുടെ രാജ്യത്തെ പറ്റിയും നമ്മുടെ രാജ്യത്തിൻ്റെ അന്തസ്സത്തെ പറ്റിയും നമ്മുടെ രാജ്യം നമുക്ക് നൽകിയിട്ടുള്ള നിയമങ്ങളെ പറ്റിയൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഡെന്നിസ് ചേട്ടന് പ്രത്യേക അഭിനന്ദനങ്ങൾ. നാട് നന്നാവട്ടെ, യുവജനങ്ങൾ നാടിനോട് ചേർന്ന് നിൽക്കട്ടെ. എല്ലാവർക്കും നല്ല നമസ്കാരം.